രാജ്യത്താകമാനം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കനത്ത മഴയും പ്രളയ ഭീഷണിയും തന്നെയാണ്. ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്ത്, രാജ്യ തലസ്ഥാനത്ത് വലിയ മഴ പെയ്തിരുന്നു. ഇന്നൊരൽപ്പം ശമനമുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഒരൽപ്പം ശമനമുണ്ട്. അത് വീണ്ടും പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആ വാർത്തയിലേക്ക് പോകുന്നു. രാജ്യത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിൽ വൻ നാശനഷ്ടം വിതയ്ക്കുന്നു എന്നതാണ് വാർത്ത. ജൂൺ മാസത്തിലെ വരണ്ട അന്തരീക്ഷത്തിന് ശേഷം ജൂലൈ ആദ്യവാരത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 42% മഴയാണ് രാജ്യത്ത് ലഭിച്ചത്. അതിശക്തമായ മഴ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രളയസമാനമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വാർത്തയിലേക്ക് പോയി തിരിച്ചു വരാം. ഭാരതത്തിന്റെ വടക്കേ അറ്റമായ കശ്മീർ മുതൽ തെക്കേ അറ്റത്തുള്ള കേരളം വരെ മൺസൂൺ കനത്ത നാശം വിതച്ചുകൊണ്ട് പെയ്തിറങ്ങുകയാണ്. പസഫിക് സമുദ്രത്തിലെ എൽ നീനോ പ്രതിഭാസം കാരണം ഇത്തവണ മഴ കുറയുമെന്ന ശാസ്ത്രലോകത്തിന്റെ പ്രവചനങ്ങളെ അട്ടിമറിച്ചാണ് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമൊട്ടാകെ പ്രളയസമാനമായ അതിതീവ്ര മഴ അനുഭവപ്പെടുന്നത്. പശ്ചിമ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് കാലവർഷം ഏറ്റവും വലിയ ദുരന്തം വിതച്ചത്. പൂനെയ്ക്ക് സമീപം പിംപ്രി ചിഞ്ച്വാഡിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ 3 നില കെട്ടിടത്തിന് മുകളിലേക്ക് ടൺ കണക്കിന് വരുന്ന മാലിന്യമല ഇടിഞ്ഞു വീണു. ഒരാൾ മരണപ്പെടുകയും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു. ദുരന്തഭൂമിയിൽ സൈന്യവും NDRFും യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ജനജീവിതം ദുരിതത്തിലാകുകയാണ്. ഗാസിയാബാദിലെ വസുന്ധരയിൽ കനത്ത മഴയെ തുടർന്ന് പ്രധാന റോഡ് ഇടിഞ്ഞു താഴ്ന്ന കാറും ബൈക്കും വലിയ കുഴിയിലേക്ക് പതിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലോണി, ഭോപുര റോഡ് ഉൾപ്പെടെ പല പ്രമുഖ പാതകളും വെള്ളത്തിനടിയിലാണ്. മീററ്റിൽ കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും 9ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡൽഹിയിലെ ഷാലിമാർ വില്ലേജിൽ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത നേരിട്ടെത്തി ഡ്രെയിനേജ് സംവിധാനങ്ങൾ പരിശോധിച്ച് അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് മലയോര പാതകളിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അതേസമയം കനത്ത ചൂടിൽ വലഞ്ഞിരുന്ന രാജസ്ഥാനിലെ ധോൽപൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയെത്തിയത് താപനില ഗണ്യമായി കുറച്ചെങ്കിലും പ്രളയസമാനമായ സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. നദിക്കരകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണ സേനകൾ സജ്ജമായിരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. പല തീവണ്ടികളും വൈകി ഓടുന്നുണ്ട്. പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അതെല്ലാം യാത്ര ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഈ ജോലി അത് വർക്ക് ഫ്രം ഹോം ആക്കാൻ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ റോഡുകൾ പൊളിയുകയും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ചില ആളുകൾ നരേന്ദ്രമോദിയെ പതിവ് പോലെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ചൈനയിലും സമാനമായ പ്രളയവും ഒരു ഡാം തകരുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടുത്തെ പ്രസിഡന്റിനെ ആരും കുറ്റപ്പെടുത്താൻ നിന്നില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. കുറ്റപ്പെടുത്തിയാൽ ഒരു തവണ മാത്രമേ കുറ്റപ്പെടുത്താൻ സാധിക്കൂ എന്നവർക്ക് ഉറപ്പാണ്. അപ്പോൾ കേരളത്തിലും പ്രളയമുണ്ടായതാണ്. ആ പ്രളയം ഉണ്ടാകുമ്പോൾ എന്താണ് സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ അത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ ദുരന്തത്തെ പോലും ഉപയോഗിക്കുന്നത് വല്ലാത്ത കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ രാജ്ദീപ് സർദേശായിയെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വല്ലാതെ ദുഃഖിപ്പിക്കുന്ന കാര്യം കൂടിയാണ്.